നമുക്ക് ഇനി ലെവിൻ കെ വിജയൻ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ലെവിൻ ഉള്ളത് തൃശ്ശൂർ കുന്നംകുളം ദേശീയപാതയിലാണ്. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഈ തൃശ്ശൂർ കുന്നംകുളം ദേശീയപാതയുടെ അവസ്ഥ ഞാനോ ലെവിനോ ഇനി പുതുതായിട്ട് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടുത്തെ ദുരിതക്കാഴ്ചകൾ മാത്രമാണ് ഈ കാണുന്നതും അറിയുന്നതും ഒക്കെ. ലെവിനെ, രാവിലെ എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സേതു, എന്താണല്ലോ ഇവിടെ നിന്നൊരു ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ അസാധ്യമാണ്. കാരണം ആ അവസ്ഥയാണ്. ഞാൻ അടക്കമുള്ള യാത്രക്കാർ ദൈനംദിനം ഡെയിലി യാത്ര ചെയ്യുന്ന റോഡാണ് ഈ കാണുന്നത്. തൃശ്ശൂർ കുന്നംകുളം സംസ്ഥാന പാതയാണ്. സംസ്ഥാന പാതയിലെ പുഴയ്ക്കൽ മുതൽ മുതുവറ വരെയുള്ള ഭാഗത്തെ റീച്ചാണ്, പ്രധാനപ്പെട്ട ഒരു റീച്ചാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. 2 വർഷം മുൻപാണ് ഈ പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. അതായത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് പുനർനിർമ്മിക്കുന്നത് 2 വർഷം മുൻപാണ് ആരംഭിച്ചത്. ഇതിനോടകം നിരവധി തവണ കരാർ കമ്പനികളിൽ 2 പേർ ഉപേക്ഷിച്ച് പോവുകയും പുതിയ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. 33 കിലോമീറ്റർ മാത്രമാണ് ഈ റോഡിൻ്റെ ദൂരം. അതായത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് തുടങ്ങി മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കല്ലുപുറം എന്ന് പറയുന്ന സ്ഥലം വരെ 33 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതിൽ 3 റീച്ചുകളായാണ് നിർമ്മാണം ആരംഭിച്ചത്. കുന്നംകുളം കേച്ചേരി, കേച്ചേരി മുതുവറ, മുതുവറ പൂങ്കുന്നം എന്നിങ്ങനെ 3 റീച്ചുകളിലായി നിർമ്മാണം ആരംഭിച്ചു. 2 റീച്ചിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ശേഷിക്കുന്ന ഒരു 6 കിലോമീറ്ററിൽ താഴെ മാത്രമുള്ള ദൂരമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ 6 കിലോമീറ്റർ ദൂരം പിന്നിടാൻ സംസ്ഥാന പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ചുരുങ്ങിയത് അരമണിക്കൂറിലേറെ സമയം എടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഏറ്റവും ചുരുങ്ങിയതുള്ളത്. ഈ ദൂരം ഇത്രയും 6 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 1.25 മണിക്കൂർ വരെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഈ റോഡ് ഈ കാണുക 6 കിലോമീറ്ററിലേറെ ദൂരത്തിൽ 3 കൾവെട്ടുകളും ഒരു പാലവുമാണ് നിർമ്മാണം നടക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഈ റോഡിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ റോഡാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് പറയാനാവാത്ത സ്ഥിതിയാണ്. വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് എല്ലാ ദിവസങ്ങളിലെയും കാഴ്ചയാണ്. പ്രത്യേകിച്ച് സ്കൂൾ ഓഫീസ് ടൈമുകളിലെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണിത്. ഞാൻ രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഓഫീസിലേക്ക് എത്താൻ ചുരുങ്ങിയത് 6 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 3/4 മണിക്കൂർ വേണ്ടിവരും. ദൈനംദിനം ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിനെ തുടർന്നുള്ളൊരു പ്രശ്നമാണ്. സാധാരണക്കാരായിട്ടുള്ള മറ്റനേകം ആളുകൾ കുന്നംകുളം ഗുരുവായൂർ റൂട്ടിലൂടെ തൃശ്ശൂരിലേക്ക് വരേണ്ട ആളുകൾ, മലപ്പുറം കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരേണ്ട ആളുകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കാനാവില്ല. അദ്ദേഹത്തെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അദ്ദേഹത്തോടു കൂടി അനുഭവത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇത് എത്ര നാളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്? എത്രമാത്രം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്? ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം, പിന്നെ പോവാനെ. ഇവിടെ ഈ ഒരു ഭാഗം പിന്നീട് എത്ര സമയം എടുക്കുന്നുണ്ട്? ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പോ. ഇനിയിപ്പോ വീടെത്തുമ്പോ ഒരു ഉച്ചയാവും. കുറ്റമുക്കിലാണ് വീട്. അപ്പൊ അവിടെ എത്തുമ്പോ ഒരു ഉച്ചയാവും. അതാണ്ട് ആള് ജോലിക്ക് പോണ ആളാ ബാങ്കിലേ. അപ്പൊ അവിടെ എത്തണ്ടേ, സമയമായില്ലേ, ഒരു സമയം എടുക്കും. അദ്ദേഹം ആ ഓട്ടോയിലുള്ള യാത്രക്കാരൻ ജോലിക്ക് പോകേണ്ട ആളാണ്. അതേപോലെ സ്കൂളിൽ പോകേണ്ട ആളുകൾ, ആശുപത്രിയിൽ പോകേണ്ട ആളുകൾ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അടക്കം അമല ഹോസ്പിറ്റൽ അടക്കം പ്രധാനപ്പെട്ട ഒട്ടേറെ ആശുപത്രികളും മറ്റുമുള്ള സ്ഥലങ്ങളാണ്. ആംബുലൻസുകളാണ് ഈ റോഡിലൂടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ആംബുലൻസുകൾ നിരന്തരം സഞ്ചരിക്കുമ്പോൾ ഈ റോഡിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങി മണിക്കൂറുകളോളം ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താണ് ഈ ബ്ലോക്കിനെ കുറിച്ച് പറയാൻ? എന്താ ഈ ബ്ലോക്കിനെ കുറിച്ച് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ഈ ബ്ലോക്കിനെ കുറിച്ച് പറയണ്ട. കാണാൻ പോണ പോരല്ലേ ഇനി പറയണ. കിണർ പോലത്തെ കുഴികളും. ഈ വണ്ടി ഇനി ഞങ്ങൾ അവിടെ കുന്നംകുളം കോടതിയിലേക്ക് എത്തണമെങ്കിൽ ഉച്ച കഴിയും. 2 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചത് അടുത്ത കാലത്തെങ്കിലും പൂർത്തീകരിക്കും തോന്നുന്നുണ്ടോ? ഒരു തോന്നലുമില്ല. ഇത് ഇങ്ങനെ തന്നെ കുഴിയായി കേരള ജനതയുടെ വിധിയായിട്ട് ഇങ്ങനെ നടക്കും. വിധിയാണ്, കേരള ജനതയുടെ വിധിയാണ്. അദ്ദേഹത്തിന്റെ രോക്ഷമാണ് പ്രകടിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം പകുതിയിലധികം ആളുകൾക്കും ഇതേ പ്രതികരണം തന്നെയാണ് ലെവിനെ. കാരണം അതെ, ഇത് എത്രയെന്ന് വെച്ചിട്ട് പറയാനാണ്? പറഞ്ഞു മടുത്തു. ഇനിയിപ്പം ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു മുൻവിധിയിലേക്ക് എത്തിയ ആളുകളൊക്കെ. തീർച്ചയായും ചെയ്തു. അത് ജനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പ്രധാനപ്പെട്ട ഒരു പാതയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഗുരുവായൂർ ക്ഷേത്രം അടക്കം അവിടെ പോകേണ്ട VIP അടക്കം സഞ്ചരിക്കേണ്ട ഒരു പാതയാണ്. ഇതിവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരോ മന്ത്രിമാരോ ഗവർണറോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ റോഡ്
അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉണ്ടായപ്പോൾ പോലും പോലീസിൽ വഴിയിൽ നീളെ പോലീസുകാരെ അണിനിരത്തി ഗതാഗത തടസ്സങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായി അവർക്ക് പോയി ക്ഷേത്രത്തിൽ പോയി തിരികെ മടങ്ങാനുള്ള അല്ലെങ്കിൽ റോഡ് അത്തരത്തിൽ ഗതാഗത യോഗ്യവും സഞ്ചാരയോഗ്യമാക്കി. പക്ഷേ റോഡിൻ്റെ അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പരിഗണിച്ച് VIP-കൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും പോലീസും സിറ്റി പോലീസും ഒക്കെ തയ്യാറെടുക്കും. പക്ഷേ അവർ വന്ന് സന്ദർശനം നടത്തി മടങ്ങിപ്പോയാൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം സാധാരണക്കാരൻ്റെയും ഈ റോഡിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം ഈ ഒരു 6 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 1.5 മണിക്കൂറിലധികം ദൂരം അത്രയും സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് യാത്രക്കാർ തന്നെ പറഞ്ഞു. പക്ഷേ ഡെയിലി നിരന്തരം ഈ വഴി റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി വരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. തൃശ്ശൂരിലെ ഈ കുന്നംകുളം കുറ്റിപ്പുറം സംസ്ഥാന പാതയെ കൂടാതെ ദേശീയപാതകളുടെ സ്ഥിതി നമ്മളോട് ആസിഫ് അല്പസമയങ്ങൾക്ക് മുൻപ് വിവരിച്ചു. ദേശീയപാത 66, തീരദേശ ദേശീയപാത തുടങ്ങിയ മലയോര ഹൈവേ തുടങ്ങിയ പ്രധാനപ്പെട്ട റോഡുകൾ കൂടി കടന്നു പോകുന്ന ജില്ലയാണ് തൃശ്ശൂർ. അവിടെയെല്ലാം സമാനമായ സ്ഥിതിയാണുള്ളത്. ഈ പ്രധാനപ്പെട്ട പാതകൾ ഇത്തരത്തിൽ താറുമാറായി കിടക്കുമ്പോൾ പോക്കറ്റ് റോഡുകളെയാണ് പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്നത്. ഈ വർഷകാലം കൂടി എത്തിയതോടുകൂടി പോക്കറ്റ് റോഡുകളിലൂടെ മറ്റു വാഹനങ്ങൾ കൂടി കൂടുതലായി സഞ്ചരിച്ചതോടെ നാട്ടിൽ റോഡില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലടക്കമുള്ള റോഡുകൾ ഈ ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കാൻ മറ്റ് സ്ഥലങ്ങളിലൂടെ കറങ്ങി നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഭാരവാഹനങ്ങൾ അടക്കം അത്തരം ചെറിയ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പോക്കറ്റ് റോഡുകളും ഇടറോഡുകളും അടക്കം പൂർണ്ണമായും താറുമാറായി ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ദൂരം വരുന്നുണ്ട് ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകാനായിട്ട്? 1 മണിക്കൂർ. ഗുരുവായൂർക്ക് പോകുന്ന ബസ്സാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഗുരുവായൂർക്ക് പോകാൻ സാധാരണ ഒരു മണിക്കൂറിലധികം ദൂരം വേണം. പക്ഷേ ഈ ട്രാഫിക് ബ്ലോക്ക് പിന്നിട്ടുകൊണ്ട് ഇവിടെ നിന്നും കടന്ന് അവരുടെ സർവീസ് അവസാനിപ്പിക്കാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുത്ത് സമയമെടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അടക്കം മത്സര ഓട്ടങ്ങൾ ഈ റോഡുകളിലെ ശോചനീയമായ സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം റോഡ് ആക്സിഡന്റിൽ ഒരു ചെറുപ്പക്കാരൻ 24 വയസ്സുകാരനായിട്ടുള്ള ഏബൽ പോൾ ചാക്കോ എന്ന 24 വയസ്സുകാരനായ കുന്നംകുളം ഫെഡറൽ ബാങ്ക് ശാഖയിലെ അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള യുവാവ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന് സമീപ പ്രദേശത്ത് തന്നെയാണ്. ഇങ്ങനെ റോഡിലെ കുഴിയിൽ നിന്ന് ബൈക്ക് വെട്ടിച്ച് മാറ്റുന്നതിനായി അയാൾ ശ്രമിക്കുമ്പോൾ തൊട്ടു പിന്നാലെ എത്തിയ സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ടായിരുന്നു ഏബൽ മരിച്ചത്. അങ്ങനെ ഇപ്പോൾ മരണം 2ആയി തൃശ്ശൂർ നഗരത്തിലെ തന്നെ റോഡിലെ കുഴികളെ തുടർന്ന്. മറ്റ് സ്ഥലങ്ങളെ കൂടി പരിഗണിച്ചാൽ ഇത്തരത്തിൽ കണക്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ തൃശ്ശൂർ കുന്നംകുളം സംസ്ഥാന പാതയുടെ നിർമ്മാണം ആരംഭിച്ച് 2 വർഷത്തിനകം നിരവധി മരണങ്ങൾ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട്. ഏറെയും വാഹനാപകടങ്ങൾ സേഫ് ആയിട്ട് നിൽക്കൂ. കാരണം അവിടെ കാൽനട പോലും പ്രശ്നമാണ്. കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ സ്ഥലമില്ല. അത് വാഹനം ഓടിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. കിട്ടുന്ന വഴിയിലൂടെയൊക്കെ എങ്ങനെയെങ്കിലും, കാരണം മണിക്കൂറുകളാണ് ഈ ബ്ലോക്കിൽപ്പെട്ട് ബ്ലോക്ക് ഒഴിഞ്ഞു കിട്ടുക.